നിസാമുദ്ദീൻ മർക്കസിലെ തബ്ലീഗുകാരെ തൊട്ടുകഴിഞ്ഞാൽ ഒരാളും സംസാരിക്കില്ല എന്നതാണ് കേന്ദ്ര സർക്കാരും ഡൽഹി സർക്കാരും വിചാരിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെയല്ല സംഭവം. അവർക്ക് വ്യക്തമായ രാഷ്ട്രീയമില്ല എന്നുള്ളത് ശരിയായ കാര്യമാണ്. ഒരു തിരഞ്ഞെടുപ്പിലും ഇന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്താൽ മതിയെന്ന് അവർ എവിടെയും പ്രഖ്യാപിച്ചതായിട്ട് കണ്ടിട്ടുമില്ല. കാരണം അവർ നിഷ്കളങ്കരാണ്. മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ ഏറ്റവും നല്ല രീതിയിൽ ഇടപെടുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് തബ്ലീഗുകാർ എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത്തരക്കാർക്ക് രാഷ്ട്രീയ ബന്ധമില്ലാത്തത് കൊണ്ട് അവരെ തൊട്ട് കഴിഞ്ഞാൽ ചോദിക്കാനും പറയാനും ആളുകളില്ല എന്നുള്ള വിചാരം അത് നിങ്ങൾ മാറ്റിവെച്ചുകൊള്ളുക. കുഞ്ഞാലിക്കുട്ടി സാഹിബും അതുപോലെയുള്ള കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് പുറമെ ഇപ്പോഴിതാ ചന്ദ്രശേഖർ ആസാദ് നേരിട്ട് ഇടപെടുകയാണ്. തബ്ലീഗിന്റെ നിലവിലെ അമീറായിട്ടുള്ള സയദ് കാന്തലവി സാഹിബിനെ അറസ്റ്റ് ചെയ്തതിൽ ശക്തമായ പ്രതിഷേധമാണ് ചന്ദ്രശേഖർ ആസാദ് ട്വിറ്ററിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ സയദ് സാഹിബിനെ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്? അഥവാ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ നിങ്ങൾ നിർദ്ദേശിച്ചത്? ലോക്ക്ഡൗൺ ലംഘിച്ചത് കൊണ്ടാണോ? ജനതാ കർഫ്യൂ ലംഘിച്ചത് കൊണ്ടാണോ? അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് യോഗി ആദിത്യനാഥിനെതിരെ കേസെടുക്കുന്നില്ല? യോഗി ആദിത്യനാഥ് ലോക്ക്ഡൗൺ ലംഘിച്ചുകൊണ്ടാണ് അയോധ്യയിൽ പൂജ നടത്താൻ പോയത്. അതായത് രാമക്ഷേത്രത്തിന്റെ വിഗ്രഹം മാറ്റാനായി അയോധ്യയിലെത്തിയ സംഭവം ഏറെ വിവാദമായിരുന്നു. എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ യോഗി ആദിത്യനാഥിനെതിരെ കേസെടുക്കാൻ പറയാത്തത്? രണ്ടാമത്തെ വിഷയം, ശിവരാജ് സിംഗ് ചൗഹാൻ എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മധ്യപ്രദേശിൽ സത്യപ്രതിജ്ഞ നടത്തിയ പുതിയ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനെതിരെ എന്തുകൊണ്ടാണ് നിങ്ങൾ കേസെടുക്കാൻ പറയാത്തത്? അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മതമാണ്, ഒരു മതത്തിലെ നേതാക്കന്മാരാണ്. അത് വെച്ചു പുറപ്പിക്കില്ല എന്നുള്ള ഒരു സൂചന തന്നെയാണ് ചന്ദ്രശേഖർ ആസാദ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും പല കോണുകളിൽ നിന്ന് പല ആളുകളാണ് നിസാമുദ്ദീൻ മർക്കസിലെ തബ്ലീഗുകാർക്കെതിരെയുള്ള അപകീർത്തി സ്വരങ്ങൾക്കെതിരെയും അവരെ വേട്ടയാടാനുള്ള സർക്കാർ നീക്കങ്ങൾക്കെതിരെയും ശക്തമായ സ്വരത്തിൽ സംസാരിച്ചുകൊണ്ട് നിലവിൽ രംഗത്ത് വരുന്നുള്ളത്. എന്തായാലും ചന്ദ്രശേഖർ ആസാദിന്റെ കടന്നുവരൽ ഇതിനോടകം തന്നെ ചർച്ചയായി മാറിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.